നമസ്കാരം. പ്രധാന വാർത്തകൾ. കോൺഗ്രസ് മുൻ നേതാവ് ചന്ദ്രശേഖരനെതിരെ നടി നൽകിയ പീഡന പരാതിയിൽ നടപടികൾ അവസാനിപ്പിക്കണം. റിപ്പോർട്ട് നൽകി പോലീസ്. ലോയേഴ്സ് കോൺഗ്രസ് മുൻ നേതാവ് VS ചന്ദ്രശേഖരനെതിരെ നടി നൽകിയ പീഡന പരാതി വ്യാജമെന്ന് അന്വേഷണ സംഘം. പ്രത്യേക അന്വേഷണ സംഘം എറണാകുളം മജിസ്ട്രേറ്റ് കോടതിയിൽ റിപ്പോർട്ട് നൽകി. കേസിലെ നടപടികൾ അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് റിപ്പോർട്ട് നൽകിയത്. മുൻവൈരാഗ്യമാണ് പരാതിക്ക് കാരണമെന്നാണ് റിപ്പോർട്ടിലുള്ളത്. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെയാണ് ആലുവ സ്വദേശിനിയായ നടി VS ചന്ദ്രശേഖരൻ ഉൾപ്പെടെ 7 പേർക്കെതിരെ പരാതി നൽകിയത്. കോടതി വളപ്പിൽ സിനിമാ സ്റ്റൈൽ ആക്ഷൻ. പോലീസുകാരെ തള്ളിമാറ്റി ഓടി പ്രതി, ഓടിച്ചിട്ട് പിടികൂടി. പൊന്നാനിയിൽ കോടതിയിൽ ഹാജരാക്കാൻ എത്തിച്ച പ്രതി എസ്കോട്ട് പോലീസുകാരെ തള്ളിമാറ്റി കൈവിലങ്ങുമായി ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചു. പോലീസിന്റെ സമയോചിതമായ ഇടപെടലിൽ പ്രതിയെ പിടികൂടി. ഇയാൾ കോടതി പരിസരത്തും ജയിൽ പരിസരത്തും അക്രമാസക്തനായി പെരുമാറുകയും ചെയ്തു. യുവാക്കളെ സംഘം ചേർന്ന് ആക്രമിച്ച കേസിൽ അറസ്റ്റിലായ ഈശ്വരമംഗലം സ്വദേശി കാളന്റെപുരയ്ക്കൽ ഇർഷാദാണ് ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചത്. പൊന്നാനി നരിപ്പറമ്പ് ഗുലാബ് നഗറിൽ 3 യുവാക്കളെ സംഘം ചേർന്ന് ആക്രമിച്ച കേസിൽ ഒളിവിൽ പോയ മുഖ്യപ്രതിയായ ഇർഷാദിനെ സുഹൃത്തിനൊപ്പം കണ്ണൂർ ഇരട്ടിയിലെ കർണാടക അതിർത്തിയിൽ നിന്ന് ഇരട്ടി പോലീസിന്റെ സഹായത്തോടെയാണ് പിടികൂടിയത്. കണ്ണൂർ പയ്യന്നൂരിൽ 2.5 മാസം പ്രായമായ കുഞ്ഞ് മരിച്ച നിലയിൽ. കുഞ്ഞിമംഗലം കൊവ്വപ്പുറം സ്വദേശി കമറുന്നീസയുടെ 2.5 മാസം പ്രായമുള്ള പെൺകുഞ്ഞാണ് മരിച്ചത്. ഇന്ന് പുലർച്ചെയായിരുന്നു സംഭവം. മൃതദേഹം പരിയാരത്തെ കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. സംഭവത്തിൽ പയ്യന്നൂർ പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്തു. മൃതദേഹത്തിന് ഒരാഴ്ചയിലധികം പഴക്കം. വീട്ടുകാരുമായി വഴക്കിട്ട് വീട് വിട്ടിറങ്ങിയ 17-കാരൻ മരിച്ച നിലയിൽ. കണ്ണൂർ കോട്ടയം തട്ട് സ്വദേശി ടിബിനെയാണ് പാലക്കയം തട്ടിന് സമീപം തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. മൃതദേഹത്തിന് ഒരാഴ്ചയിലധികം പഴക്കമുള്ളതായി പോലീസ് പറഞ്ഞു. കഴിഞ്ഞ 15-ന് വീട്ടുകാരുമായി വഴക്കിട്ട് വീട് വിട്ടിറങ്ങിയതായിരുന്നു ടിബിൻ. സംഭവത്തിൽ കുടിയാൻമല പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്തു. കൂടുതൽ വിവരങ്ങൾ അന്വേഷിച്ചു വരികയാണെന്ന് പോലീസ് അറിയിച്ചു. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പരമാവധി സീറ്റുകളിൽ മത്സരിക്കുമെന്ന് PV അൻവർ. തൃണമൂൽ കോൺഗ്രസ് ചിഹ്നത്തിലാകും മത്സരിക്കുക. പ്രാദേശിക കൂട്ടുകെട്ടുകൾ ഉണ്ടാക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. UDF അസോസിയേറ്റ് അംഗമായിരിക്കും. എന്നാൽ ഔദ്യോഗിക ചർച്ചകൾ ഉണ്ടായിട്ടില്ല. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പ്രാദേശിക തലത്തിൽ ധാരണയുണ്ടാക്കും. ഇതിന് ജില്ലാ ഘടകങ്ങളെ ചുമതലപ്പെടുത്തിയെന്നും അൻവർ പറഞ്ഞു. ജനാധിപത്യ മതേതര കക്ഷികളുമായി കൂട്ടുചേരും. ഫാസിസ്റ്റ് കക്ഷികളുമായി ബന്ധമില്ല. UDF ഘടകകക്ഷിയാകുന്നതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ചർച്ച നടക്കുന്നില്ല എന്നും അദ്ദേഹം പറഞ്ഞു.